ഹിറ്റ് പടം, അടിപൊളി പടം, മസ്റ്റ് വാച്ച്. കൊള്ളായിരുന്നു, അടിപൊളി പടം, അല്ലായിരുന്നു. പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു മെയിനായിട്ട്, ഇഷ്ടപ്പെട്ടു. അല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഇമോഷണൽ അങ്ങനെയല്ല, മോർ ദാൻ ആ ഒരു ഇമോഷണൽ കണക്റ്റിനേക്കാളും ആ ട്രാൻസ്ഫോർമേഷൻ ആക്ടിങ് അതായിരുന്നു ഏറ്റവും വാവായിട്ട് തോന്നിയത്. സൂപ്പർ ആക്ടിംഗ് ആണ്, സൂപ്പർ ഡയറക്ഷൻ. ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിനൊരു ബലം ഉണ്ടായിട്ടുണ്ട്. കൊള്ളാം, മൊത്തത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പടം, നല്ല പടം, പൊളിപ്പടം, നല്ല അഭിപ്രായമാണ്. നല്ല എന്താ പറയുക, പൃഥ്വിരാജിനെ പറ്റി ഇത്രയും നാൾ കണ്ടതിനെക്കാട്ടി നല്ല സൂപ്പർ പടം. നല്ല പടം, നല്ല അടിപൊളി, വളരെ നല്ല ഫിലിം. കൊള്ളാം. ആണെങ്കിലും ശരി, പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ വയ്യ. മൂവിയെ പറ്റി ഒരു റിവ്യൂ പറയേണ്ട മൂവിയല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മൂവി നമ്മൾ റിവ്യൂ നല്ലതെന്നോ ചീത്തയെന്നോ പറയേണ്ട ഒരു മൂവിയല്ല. കാരണം ഇതെല്ലാവരും കാണുക, അതാണ് വേണ്ടത്. ഈ സിനിമയെ എന്താണ് പറയണത്, അവാർഡുകളോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങളോ നോക്കിയിട്ടല്ല, ഇതെല്ലാവരും കാണുക. മനുഷ്യനായി ജനിച്ചവരല്ല ഈ സിനിമ കാണുക, ഒരാളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുക. നല്ല മൂവിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. പടം കണ്ടില്ല, നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നല്ലൊരു മേക്കിംഗ് ആണ്. എൻ്റെ ഏറ്റവും കൂടുതലെന്ന് പറയുമ്പോൾ നമ്മളെ പ്രവാസികൾ അനുഭവിച്ച ഒരു ജീവിതം തന്നെയാണ്. നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. പ്രത്യേക സുകുമാരനും മറ്റേ കൂടെ അഭിനയിച്ചൊരു പയ്യനും. ഇതാണ് അറിയില്ല, എന്നാലും ഇതുപോലൊരു പടം ഞാൻ എല്ലാ സിനിമയും ഫസ്റ്റ് കാണുന്നതാണ്, തിയേറ്ററിൽ ഇപ്പം കണ്ടതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മേക്കിങ്ങും സൗണ്ട് എഫക്റ്റും എൻ്റെ എടുത്തേക്കുന്ന എൻ്റെ ക്യാമറ വർക്കും പ്ലസ് ഈ പൃഥ്വിരാജും സെറ്റപ്പ് നോവലിന് അത് തന്നെ കഥ, യഥാർത്ഥ അത് തന്നെ. ഇതൊരു സിനിമയായിട്ട് കാണാൻ നോക്കില്ല, നമ്മൾ ജീവിച്ച് ഞാൻ കരഞ്ഞുപോയി. നല്ലൊരു സെറ്റപ്പ് സിനിമയായിരുന്നു. ചില സീന് ആടിൻ്റെയൊക്കെ വെച്ച് പറഞ്ഞാൽ അത് ചെറിയ കട്ടിങ്ങൊക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റോളം കട്ടിങ് ഉണ്ട്. എനിക്കൊരു അനുഭവമായിരുന്നു അത്. തിയേറ്റർ അനുഭവം തന്നെ, തിയേറ്റർ തന്നെ കാണണം. സിനിമയെല്ലാം നമുക്ക് നടന്നൊരു കാര്യം, നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അതിലോട്ട് പോകും. കണ്ടിരിക്കുക, വിഷ്വൽസൊക്കെ കിടിലാണ്, പീക്ക് ആക്ടിങ് ഒക്കെ കിടില. നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. സംഭവം എല്ലാം കണ്ടിരിക്കേണ്ടതാണ്.